ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ഈ കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഒരു പൊതുയോഗം സംഘടിപ്പിക്കുമ്പോൾ ഈ പൊതുയോഗത്തെ വീക്ഷിക്കുന്ന ആളുകളിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട് എന്ന് ഞങ്ങൾ കാണുകയാണ്. അതിലൊരു വിഭാഗം ഈ ഒരു പൊതുയോഗത്തെ വളരെ വേദനയോടുകൂടി നോക്കിക്കാണുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗമാണ് ഇടതുപക്ഷമെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ അതിന്റെ രക്തം നുണയാമെന്ന് വ്യാമോഹിച്ചു നിൽക്കുന്ന ചെന്നായയുടെ മനസ്സുമായി നിൽക്കുന്ന വലതുപക്ഷമുണ്ട് എന്ന് ഞങ്ങൾ കാണുകയാണ്. ആ ഒരു ധാരണ ഇതിന്റെ ഭാഗമായി ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു പൊതുയോഗത്തെ അതിന്റെ ഗൗരവത്തിലും അർത്ഥത്തിലും ഞങ്ങൾ എടുത്തിട്ടുള്ളത് എന്ന് ഞങ്ങൾ സവിനയം അഭ്യർത്ഥിക്കുകയാണ്, പറയുകയാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പൊതുയോഗത്തിനകത്ത് ഞങ്ങളുടെ വായിൽ നിന്ന് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞതിന്റെ ഉത്തരവാദി ഒരു കാരണവശാലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയോ CPI പാർട്ടിയോ അല്ല എന്നുള്ളത് ഞങ്ങൾ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്. കാരണം അത് ഞങ്ങളെ ഇങ്ങനെ പറയിപ്പിച്ച നിങ്ങളാണ് അതിന്റെ ഉത്തരവാദികൾ എന്നുള്ളത് വളരെ കൃത്യമായി നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്തോ അധികാര മേൽക്കോയ്മ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംവിധാനമാണ് എന്നുള്ള ഒരു ധാരണയിൽ അതിനെ കാണരുത്. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ പറയുന്ന CPIMO CPIO മാത്രമാണ് എന്നുള്ള ധാരണയും ഉണ്ടാവരുത്. അതിനകത്ത് ഈ സംവിധാനത്തെ വിശ്വസിച്ചുകൊണ്ട് കടന്നു വന്നിട്ടുള്ള ഒന്നിലധികം പാർട്ടികൾ, 10-12 പാർട്ടികൾ അതിനകത്തുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. ഇതിനെയൊക്കെ എന്ത് സമീപനത്തിലാണ് സ്വീകരിക്കുക എന്നുള്ളതൊക്കെയാണ് ആ സംവിധാനത്തിന്റെ മഹത്വം കിടക്കുന്നത്. അതിന്റെ തലപ്പത്ത് നിൽക്കുന്ന CPIM എന്ന് പറയുന്ന പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള ബോധ്യം അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുന്നില്ല എങ്കിൽ ഒരു മുറിക്കകത്തിരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങൾ മൈക്ക് കെട്ടി പരസ്യമായി പറയേണ്ട ഗതികേടിലേക്ക് ഈ മുന്നണിയും സംവിധാനവും എത്തിച്ചേരും. അതിനെ എത്തിച്ചേർക്കുന്നതിന്റെ ഭാഗമായി വന്നിട്ടുള്ള സംവിധാനത്തിന്റെ നേതൃത്വമാരാണോ ആ നേതൃത്വമാണ് ഇതിന്റെ എല്ലാ അപജയങ്ങൾക്കും കാരണമായി ഭവിക്കുക എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ ഞങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. ഇങ്ങനെ ഒരു സംവിധാനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യോഗം ഇവിടെ ചേരാനിടയായിട്ടുള്ള സാഹചര്യം എന്ത് എന്നുള്ളത് എനിക്ക് നേരത്തെ സംസാരിച്ച ആളുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മാടായി എന്ന് പറയുന്ന CPIയുടെ ലോക്കൽ കമ്മിറ്റിയും മാടായി എന്ന് പറയുന്ന CPMന്റെ ലോക്കൽ കമ്മിറ്റികളും തമ്മിലുള്ള പ്രശ്നങ്ങളായിട്ട് ഇത് മാറുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംവിധാനം മാറുന്നത്? ഇടതുപക്ഷത്തിനകത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സംവിധാനങ്ങൾ തെറ്റായ രീതിയിലേക്ക് നയസമീപനം എടുക്കുമ്പോൾ അതിനെ തിരുത്തിക്കൊണ്ടുവരാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും കടമയുമുള്ള നേതാക്കന്മാർ തന്നെ പരസ്യമായി തെറ്റായ രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടി തുടങ്ങിയാൽ ഈ സംവിധാനത്തിന്റെ അവസ്ഥ എന്തായിത്തീരും? ഈ സ്ഥലത്ത് നിങ്ങളുടെ ഒന്നും സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളങ്ങ് പോയിക്കോളാം എന്നുള്ള ധാരണയിലാണ് എങ്കിൽ അങ്ങനെ പറയണം ഞങ്ങളോട്. നിങ്ങളുടെ ആവശ്യമില്ല, ഞങ്ങളങ്ങ് പോയിക്കോളാം എന്ന് പറ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് സംസാരിച്ചുകൊണ്ട് ധാരണയിലേക്ക് എത്താലോ. നമുക്ക് നമ്മുടെ വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയും നടത്താലോ. അങ്ങനെ പറയാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ പറയാൻ വേണ്ടി പറ്റുന്ന മാടായിൽ മാത്രമുള്ള ഒരു സംവിധാനമാണോ LDF എന്ന് പറയുന്ന സംവിധാനം? എന്തേ മാടായിലെ പ്രശ്നം? മാടായിലെ പ്രശ്നം എന്താണ് എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. മാടായിലെ കുറച്ച് ചെറുപ്പക്കാർ അവിടെ നിന്ന് CPIMൽ നിന്ന് മാറി CPIയിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ പ്രശ്നത്തിന്റെ ഭാഗമായി അവരെ വളരെ പെട്ടെന്ന് അംഗീകരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ചെറിയ പ്രയാസമുണ്ട് എന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞില്ലേ? ആ പറഞ്ഞ കാര്യങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾ സംസാരിച്ചില്ലേ? ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാടായിലെ ഇപ്പോൾ ഈ നടന്ന 6ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒന്നിച്ചിരുന്നപ്പോ ഈ വിഷയങ്ങൾ മുഴുവൻ, മാടായിലെ വിഷയങ്ങൾ മുഴുവൻ ആ യോഗത്തിനകത്ത് നമ്മൾ സംസാരിച്ചില്ലേ? അപ്പൊ സംസാരിച്ചപ്പോ നിങ്ങൾ എന്താ മറുപടി പറഞ്ഞേ? നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, അത് ഇവർ കുറച്ച് ആളുകൾ വന്നപ്പോ ഞങ്ങൾക്ക് ചെറിയ പ്രയാസമുണ്ടെന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അത് കുറച്ച് സമയമെടുക്കും, നമുക്ക് ശരിയാക്കാം, നമുക്ക് ശരിയായി പോകാം, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ചു പോകാൻ വേണ്ടി സാധിക്കണം എന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? നിങ്ങൾ പറയുന്ന വാക്കുകൾ അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വാക്കായിട്ടല്ല ഞങ്ങൾ എടുക്കുന്നത്, അതൊരു പ്രസ്ഥാനത്തിന്റെ വാക്കാണ്. ആ പ്രസ്ഥാനം എന്ന് പറയുന്നത് CPIM എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. CPIM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഞങ്ങൾ വിശ്വസിക്കുക. അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുമ്പോ അങ്ങനെ വിശ്വാസത്തിൽ എടുക്കണ്ട എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ വിശ്വാസത്തിൽ എടുത്തതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഞങ്ങൾ തീരുമാനമെടുത്ത് ആ തീരുമാനത്തിന്റെ ഭാഗമായി അവിടെ ഞങ്ങൾ പോയില്ലേ? ആ വാർഡിനകത്ത് LDFന്റെ കൺവെൻഷൻ നടന്നില്ലേ? ആ LDFന്റെ കൺവെൻഷന്റെ ഭാഗമായി ഭാരവാഹികളെ തീരുമാനിക്കുമ്പോൾ ഒരു ഭാരവാഹിയായി വന്നിട്ടുള്ള ചെയർമാനായി വന്നിട്ടുള്ളത് അവിടുത്തെ CPIയുടെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള വിവേകല്ലേ? രണ്ടാമത്തെ കൺവീനറായി വന്നിട്ടുള്ള ഭാരവാഹി എന്ന് പറയുന്നത് CPMന്റെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ജനാർദ്ദനല്ലേ?
ഈ രണ്ടുപേരും ഭാരവാഹികളായിക്കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രവർത്തിക്കേണ്ടത് ആരാ? തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ടത് ആരാ? കമ്മിറ്റിയല്ലേ? ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെയർമാൻ ഒരു വിഷയം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ചെയർമാൻ എന്ന് പറയുന്ന പദവി തന്നത്? പിന്നെ എന്തിനാ ഈ കമ്മിറ്റി ഉണ്ടാക്കിയത്? ഞങ്ങൾ CPIM ഒറ്റയ്ക്ക് മത്സരിച്ചോളുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോയാൽ പോരെ? ആ യോഗത്തിനകത്ത് സംഭവിച്ച കാര്യങ്ങളുണ്ട്. ആ യോഗത്തിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ ഈ പറയുന്ന ഇവരൊക്കെ കേട്ടിട്ടില്ലേ? അവിടെ ഇരിക്കുന്ന TV രാജേഷ് എന്ന് പറയുന്ന സംസ്ഥാന നേതാവ് കേട്ടിട്ടില്ലേ? വിജിൻ എന്ന് പറയുന്ന MLA കേട്ടിട്ടില്ലേ? അവിടെ ഇരിക്കുന്ന ഈ പറയുന്ന ഏരിയ സെക്രട്ടറി എന്ന് പറയുന്ന വിനോദ് കേട്ടിട്ടില്ലേ? പരസ്യമായി ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടും നയവും മൈക്ക് കെട്ടിയിട്ട് ആ യോഗത്തിനകത്ത് ഞങ്ങൾ പ്രസംഗിച്ചില്ലേ? ഞങ്ങൾ പറഞ്ഞില്ലേ കാര്യങ്ങൾ? എന്താ ഞങ്ങൾ പറഞ്ഞ്? ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാള് മാറിയിട്ട് പോയിട്ടുണ്ട്. മാറിപ്പോകാനുള്ള കാരണങ്ങൾ പരിശോധിച്ചോളണം. അത് പരിശോധിക്കേണ്ടത് CPI മാത്രമല്ല, അത് പരിശോധിക്കേണ്ടത് CPIM കൂടിയാണ് എന്ന് ഞങ്ങൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ പറയാ. ഒരു പാർട്ടിക്കകത്ത് നിന്ന് ഏതെങ്കിലും ഒരാൾ മാറിപ്പോയി കഴിഞ്ഞാൽ ആ ജീവനാന്ത ശത്രുവായി പ്രഖ്യാപിക്കുന്ന ഒരു നയം മാറ്റണം. അത് മാറാതെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി കഴിയോ? അത് മാറാതെ ഈ നാടിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിയോ? അങ്ങനെയാണെങ്കിൽ CPM-ലേക്ക് മാറി വന്നിട്ടുള്ള ആളുകളെ മുഴുവൻ അതാത് രാഷ്ട്രീയ പാർട്ടികൾ ആ ജീവനാന്ത ശത്രുവായി പ്രഖ്യാപിച്ചാൽ ഈ നാടെങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക? ഒരു മനുഷ്യന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ മേലെ ഒരു പ്രസ്ഥാനത്തിന്റെ ആധിപത്യം വെച്ചുകൊണ്ട് നടക്കുന്ന നിലപാടുകൾ ശരിയല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു വെക്കുക. പ്രസന്ന അവിടെ നിന്ന് മാറിപ്പോയി, അവിടെ സ്ഥാനാർത്ഥിയായി മാറി. പ്രസന്നയെ പുറത്താക്കിയതടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആ യോഗത്തിൽ വളരെ വിശദമായി സംസാരിച്ചില്ലേ? പ്രസന്നയെ പുറത്താക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞില്ലേ? ആ കാര്യങ്ങളെ നിങ്ങൾ അംഗീകരിച്ചു. അതിനുശേഷം പിന്നെ എന്താണ് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായി പരിശോധിച്ചോളാം. താഴെ കിടക്കുന്ന നേതൃത്വങ്ങളെ നിയന്ത്രിക്കാൻ അതിന്റെ മേലെയുള്ള നേതാക്കന്മാർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ക്രെഡിറ്റ് ഒന്നും CPIക്കില്ല. CPI അല്ല അത് നടത്തേണ്ടത്. താഴെ നിൽക്കുന്ന ആളുകളോട് ഈ സംവിധാനത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അതിനനുസരിച്ചുകൊണ്ട് അതിന്റെ നേതാക്കന്മാരെ നിയന്ത്രിക്കുകയും ചെയ്യാനുള്ള കഴിവ് കേടുണ്ടെങ്കിൽ അത് നിങ്ങൾ അംഗീകരിക്കണം. അതല്ലാതെ ഞങ്ങളുടെ നെഞ്ചത്ത് കുതിര കയറിയിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു വെക്കുക. കാരണം എന്താ? എല്ലാം റെഡിയാണ്, എല്ലാം ശരിയാണ്, നമുക്ക് ഒന്നിച്ചു പോകാം എന്ന് പറഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വിളിച്ചില്ലേ? ഞങ്ങൾ തിരിച്ചു ചോദിച്ചില്ലേ? എന്തേ പ്രവർത്തനങ്ങൾ നടക്കുമ്പോ ഞങ്ങളെ അറിയിക്കാത്തത്, ഞങ്ങളെ വിളിക്കാത്തത്, ഞങ്ങൾ വരണ്ടേ എന്ന് ലോക്കൽ സെക്രട്ടറി വിവേക് തിരിച്ചു ചോദിച്ചപ്പോ അവിടുത്തെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ജനാർദ്ദന്റെ മറുപടി എന്തായിരുന്നു? ഇത് കേൾക്കണം, ഈ നാട് കേൾക്കണം. ഇത് പറയാതെ പോകാൻ വേണ്ടി കഴിയില്ല. കാരണം ഒരു ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായി ഒരു മൈക്ക് കിട്ടുമ്പോ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് 4 കയ്യടി വാങ്ങിക്കുന്നതല്ല ഒരു നേതൃത്വം എന്നുള്ളത് ബോധ്യപ്പെടാനെങ്കിലും ഇത് കേൾക്കാൻ വേണ്ടി തയ്യാറാകണം. അപ്പൊ എന്താ പറഞ്ഞത് പ്രസന്നയെ നിങ്ങൾ പുറത്താക്കി, പക്ഷേ പ്രസന്നയുടെ ഭർത്താവ് ഉത്തമനെ നിങ്ങൾ പുറത്താക്കണം എന്നാ പറഞ്ഞത്. ഉത്തമൻ സഖാബ് ഈ യോഗത്തിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഉത്തമൻ സഖാവിനെ പുറത്താക്കണം, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പാർട്ടി മെമ്പറെ പുറത്താക്കണമെന്ന് പറയാൻ CPIM-നകത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്? ഞങ്ങൾ തിരിച്ചു പറയാ, ബസ് സ്റ്റാൻഡിനകത്ത് വെച്ചിട്ട് ഈ പറയുന്ന രീതിയിലേക്ക് അപക്വമായി സംസാരിച്ച ഏരിയ സെക്രട്ടറി വിനോദിനെ പുറത്താക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? അങ്ങനെ സമ്മതിക്കോ? അത് ഒരു പാർട്ടി, ഒരു നിലപാട്, ഒരു കാര്യം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോ ആ കാര്യത്തിനനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കാനും അതിന്റെ പ്രവർത്തനങ്ങൾ നടത്താനും അതാത് കമ്മിറ്റികൾക്കും സംഘടനകൾക്കും അതിന്റെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സംഘടന പ്രവർത്തിക്കുന്നേ. ഉത്തമനെ കുറിച്ച് ഞങ്ങൾ പരിശോധിച്ചു. ഉത്തമൻ സഖാവിന്റെ പ്രവർത്തനത്തിനകത്ത് ഞങ്ങളുടെ പാർട്ടിക്ക് തെറ്റായി ബോധ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾ അത്ര ഗൗരവത്തിൽ എടുക്കേണ്ടതല്ല. കാരണം സ്വന്തം ഭാര്യ മത്സരിക്കുമ്പോ ഭാര്യയോടൊപ്പം നടക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഭാര്യയുടെ കൂടെ വീട്ടിൽ കിടക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? അതൊന്നും നടക്കാൻ വേണ്ടി പോകുന്ന കാര്യമല്ലല്ലോ. ഇനി ആരെങ്കിലും കണ്ട് 2 സൗഹൃദ സംഭാഷണം നടക്കുമ്പോ ആ സൗഹൃദ സംഭാഷണത്തിനിടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അതൊരു എതിരായ പ്രചരണമായിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഉത്തമൻ സഖാവ് ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഉത്തമൻ പോയിരുന്നോ? അല്ലെങ്കിൽ അതിന്റെ കുടുംബയോഗം നടക്കുമ്പോ, പൊതുയോഗം നടക്കുമ്പോ അതിനകത്ത് ഉത്തമൻ സഖാവ് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ വേണ്ടി കഴിയുക? അത് നിങ്ങൾ ചെയ്ത് അത് പറഞ്ഞു, ആ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അതിനി അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിന്റെ നേതൃത്വങ്ങളോട് വിളിച്ച് ഞങ്ങൾക്കൊന്നിരിക്കണം, ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഇരുത്തുകയല്ലേ വേണ്ടത്? അങ്ങനെ ഇരുന്ന് സംസാരിക്കുകയല്ലേ വേണ്ട കാര്യങ്ങൾ? അതിന് തയ്യാറാവാതെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു സംവിധാനം നടപ്പിലാക്കിയത് ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ മുമ്പിലാണ് ഞങ്ങൾക്ക് മറുപടി കിട്ടേണ്ടത്. ഇനി അവിടുന്ന് അത് കഴിഞ്ഞു വരട്ടെ. അത് കഴിഞ്ഞു വന്നതിന് ശേഷം തിരഞ്ഞെടുപ്പായ ദിവസം അവിടെ നിന്ന് നിങ്ങൾ അന്ന് വൈകുന്നേരം കാണിച്ചത് എന്താ?
നിങ്ങൾ അന്ന് വൈകുന്നേരം കാണിച്ചത് ഞങ്ങളെ ഉത്തമൻ സഖാവിനെ ആ തെരഞ്ഞെടുപ്പ് സ്ഥലത്ത് വെച്ച് നിങ്ങൾ അടിച്ചില്ലേ? ആ അടിച്ചതിന്റെ ഭാഗമായിട്ട് നിങ്ങളോട് ആരെങ്കിലും CPI എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് നിന്ന് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ കാര്യങ്ങൾ പറയാനോ ഞങ്ങൾ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അതൊരു പൊതു ചർച്ചയാക്കി മാറ്റി പൊതു വിഷയമാക്കി മാറ്റരുത് എന്നുള്ള ഒരു ധാരണ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അത് ചോദിക്കും. എവിടെ ചോദിക്കും? നിങ്ങളും ഞങ്ങളും തമ്മിൽ ഇരിക്കുന്ന സമയത്ത് ആ ഇരിക്കുന്ന വേദിയിൽ വെച്ച് ഞങ്ങൾ ചോദിക്കാൻ തീരുമാനിച്ചതാ. ഇപ്പോൾ അത് പരസ്യമായി പറയേണ്ടി വന്നു. എന്തിനാ പരസ്യമായി പറയുന്നത്? പരസ്യമായി ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാ നിങ്ങൾ. അന്ന് നിങ്ങൾ അടിച്ചു. അടിക്കാനിടയായ സാഹചര്യം എന്താ? അതിനൊരു കാരണം ഉണ്ടാക്കി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു കാരണം ഉണ്ടാക്കിയെടുത്ത് നടിച്ചു. ഇനി അതിന്റെ കാരണം വിശദീകരിക്കാൻ നിങ്ങൾ പൊതുയോഗം നടത്തുകയാണെങ്കിൽ ആ വിശദീകരണം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് വീണ്ടും പൊതുയോഗം നടത്തും. ഇതെന്ത്? ഈ പറയുന്ന കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ? നിങ്ങൾ പറഞ്ഞോ ഏത് കാര്യമാണ് ഞങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്? മര്യാദയുടെ ഭാഷയിൽ ഇരുത്തി സംസാരിക്കാനാണ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഇരുന്ന് സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാ. അല്ലെങ്കിൽ ബൈക്ക് കെട്ടി പൊതുയോഗം നടത്താനാണെങ്കിൽ ആ പൊതുയോഗത്തിന് ഞങ്ങൾ തയ്യാറാ. ഏതാ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചോ? ഒരു പ്രശ്നമില്ല, ഒരു പ്രയാസമില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന സഖാക്കളെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് സമൂഹത്തിനിടയിൽ മോശക്കാരാക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള പരിശ്രമം നടത്തി നോക്കലല്ലേ? രാഷ്ട്രീയമായി സംസാരിക്കാൻ ശേഷിയുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഇറങ്ങി രാഷ്ട്രീയമായി പൊതുവായിട്ട് സംസാരിക്കുക. അങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുക? അത് ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിൽ സാധിക്കണം. ഇല്ലെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം. ഉത്തമൻ സഖാവിനോട് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്നറിയോ? ഉത്തമൻ സഖാവേ, ചില പ്രശ്നങ്ങളുണ്ട്, ചില വൈകാരിക വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. തെരഞ്ഞെടുപ്പിന് രാവിലെ പോയി വോട്ട് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പാടില്ല. ഉത്തമൻ സഖാവ് വൈകുന്നേരം 5 മണിക്ക് തെരഞ്ഞെടുപ്പ് അവസാനാക്കാനാവുമ്പോ ഉത്തമൻ സഖാവിനൊരു ബേജാറ്. എന്താ ബേജാറ്? സ്വന്തം ഭാര്യയെ എന്തെങ്കിലും ചെയ്തു കളയോ? ആ പാവം ഭാര്യ അവിടെ ഉള്ള ആ ബൂത്തിന്റെ അടുത്തേക്ക് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയി. അത് സ്വാഭാവികമായും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാര്യമല്ലേ? ആ കാര്യത്തിനെ ഈ രീതിയിലാണോ കൈകാര്യം ചെയ്യലേ? എന്നിട്ടും നിങ്ങൾ അടിച്ചു. ആ അടിച്ച കാര്യം ഒരു വലിയ പ്രചരണമോ വലിയ പ്രവർത്തനമോ ആക്കി മാറ്റാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുള്ള പ്രതിഷേധത്തിന്റെ രൂപത്തിലേക്ക് വന്നിട്ടുള്ള ഉത്തമൻ സഖാവിനോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചെയ്തത് പെശകായി പോയി, നിങ്ങൾ പോകരുതായിരുന്നു. ഇതല്ലേ പാർട്ടി പറഞ്ഞത്? ഈ പറഞ്ഞ കാര്യത്തിൽ എവിടെയാണ് പെശകുള്ളത്? എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന മൈതാന പ്രസംഗം നടത്തിയിട്ട് മൈക്കും കെട്ടിയിട്ട് പറയാണ് സ്വയം വിമർശനപരമായി പരിശോധിക്കണം. ഏരിയ സെക്രട്ടറി പറയാ സ്വയം വിമർശനപരമായിട്ട് പരിശോധിക്കണം. എന്നിട്ട് പരിശോധിച്ചിട്ട് തെറ്റ് തിരുത്താനുള്ളത് തിരുത്തിയാലല്ലാതെ ഈ പറയുന്ന ഇടതുപക്ഷ സംവിധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഖാവെ നിങ്ങളൊന്ന് പഠിപ്പിച്ചതാ. എവിടെയാ ഞങ്ങൾ തിരുത്തണ്ടേ? ഏതാ പരിശോധിക്കണ്ടേ? അങ്ങനെ പരിശോധിക്കണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചു പറയണ്ടേ ഞങ്ങളോട്? ഇന്നതാണ് ഞങ്ങൾക്ക് പരിശോധിക്കാനുള്ള കാര്യം, നിങ്ങളോട് പറയാനുള്ള കാര്യം. ആ കാര്യം പറയണം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിൽ ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ അങ്ങനെ ചെയ്യാതെ പിന്നെ എന്താണ് ചെയ്യുക? ഏത് രീതിയിലാണ് ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യം പറയാം. പിന്നെ ഇടതുപക്ഷം ഉണ്ടാവില്ല, ഇടതുപക്ഷ സംവിധാനം ഉണ്ടാവില്ല എന്ന് പറയുന്നിടത്തേക്ക് വരുന്ന രീതിയിലേക്ക് ഒരു പ്രാദേശിക നേതാവിന് അങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ അത് ഈ നാടിനകത്തുള്ള അവരുടെ അണികളെ ഒന്ന് കൈയടിച്ച് ആഹ്ലാദിപ്പിക്കാമെന്നല്ലാതെ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് വരാൻ വേണ്ടി പറ്റുമോ? ആ സംവിധാനം ഈ മാടായിൽ മാത്രമായി നിൽക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? ഈ കണ്ണൂർ ജില്ലയിൽ മാത്രമായി നിൽക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? അങ്ങനെ ഒരു വിഷയം പരിഹരിക്കാൻ ആവശ്യമായ നിലയിലേക്കുള്ള ഇടപെടൽ ഇതിന്റെ മുകളിൽ നിന്നുണ്ടാകുമ്പോൾ അതിനെ ധിക്കരിച്ചുകൊണ്ട് കാര്യങ്ങൾ നിൽക്കാൻ വേണ്ടി സാധിക്കുമോ? ഇതാരോടാ പറയുന്നേ? ഇതറിയാത്ത ആളുകളല്ലല്ലോ ഈ നാടിനകത്തുള്ള ആളുകൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. പിന്നെ എന്താ പറഞ്ഞേ നിങ്ങൾ? പിന്നെ രണ്ടാമത് പറഞ്ഞ എന്താ? നിങ്ങളെ പോകുന്ന പോക്കിൽ കാലുകൊണ്ടൊരു തട്ട്, അങ്ങനെ തട്ടിയിട്ട് ഞങ്ങളെ അങ്ങ് ആക്കിക്കളയാമെന്ന് നിങ്ങൾ ധരിക്കേണ്ട. അതിനുള്ള ശക്തിയൊന്നും നിങ്ങൾക്കില്ല എന്നാണ് പറഞ്ഞത്. ശക്തി പ്രകടനം നടത്താൻ ഇവിടെ ഈ പറയുന്ന UDF LDF തമ്മിലുള്ള മത്സരമല്ലല്ലോ. ഇവിടെ LDF-നകത്ത് ഗാട്ടാ ഗുസ്തി മത്സരം നടത്താൻ വേണ്ടി പോകുന്നില്ലല്ലോ. ശക്തി പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് പോയി ഒന്നിച്ചിരിക്കുന്നവനെ പുറംകാലുകൊണ്ട് തട്ടി പിറകിൽ നിന്ന് എഴുതി വീഴ്ത്തുന്ന സംസ്കാരം CPI-യുടെ സംസ്കാരമല്ല. അങ്ങനെ ഒരു സംസ്കാരം CPI-യുടെ മുന്നിൽ ഇല്ല. ഒന്നിച്ചു നിൽക്കുന്നവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കടന്നു പോകുന്ന സംസ്കാരം മാത്രമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ. ആ സംസ്കാരം എന്ന് പറയുന്നത് ഒന്നിച്ച് കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായാൽ പോലും ആ വിമർശനം കഴിഞ്ഞാൽ ഒന്നിച്ച് ചേർന്ന് നിന്ന് കടന്നു പോകുന്നതാണ്. നാളെ അവനെ എന്ത് ചെയ്യണം, അവനെ പുറത്തിറക്കണോ, അവനെ ആത്തു നിർത്തണോ എന്ന് നടത്തുന്ന കൊട്ടേഷൻ പരിപാടിയൊന്നും CPI-ക്കകത്തില്ല. പിന്നെ എന്തിനാ കാലുകൊണ്ട് തട്ടാനും പിന്നെ ഇതാക്കാനും നടക്കേണ്ട ആവശ്യം? പിന്നെ എന്തിനാ ഈ പറയുന്ന മസിലും കരുത്തും കാര്യങ്ങളും നോക്കേണ്ട ആവശ്യം എന്താ? മസിലും കരുത്തും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോ ഒരു കാര്യം നല്ല ഓർമ്മയുണ്ടാവണം. എന്താ കാര്യം എന്നറിയോ? ആ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ ഈ പറയുന്ന ശക്തി കുറവാണ് എന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾ പറഞ്ഞേ? ബ്രാഞ്ചിന്റെ കഥയൊക്കെ ഞങ്ങൾക്ക് അറിയാം. ബ്രാഞ്ചിനകത്ത് 4, 3, 7 ആളെ വെച്ച് ബ്രാഞ്ച് ഉണ്ടാക്കിയിട്ട് പാർട്ടി ഉണ്ടാക്കി പോകുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു ചോദിക്കട്ടെ. ഈ പറയുന്ന 2000-ന് മുമ്പ് ഇവിടെ മാടായിക്കകത്ത് CPM-ന്റെ ഈ സംഘടനാ ശേഷി എന്തായിരുന്നു?
CPM എന്ന് പറയുന്ന മാടായി പഞ്ചായത്തിനകത്ത് കൊടുകുത്തി വാണിട്ടുള്ള പാർട്ടിയായിരുന്നോ? അല്ലല്ലോ. ആ പാർട്ടി വളർന്നു വന്നതല്ലേ? വളർന്നു വന്നത് എവിടുന്ന? CPM എന്ന് മാത്രമുള്ള ആളുകൾ വെച്ചിട്ടാണ് വളർന്നു വന്നത്? അല്ല, ബാക്കിയുള്ള ആളുകളെയൊക്കെ ഇതിന്റെ കൂടെ ചേർത്തുകൊണ്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. അങ്ങനെയാണ് അവിടെ ഇന്ന് കാണുന്ന സംവിധാനം ഉണ്ടായത്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ലോക്കൽ കമ്മിറ്റികൾ ഉണ്ടായത്. CPI വളർച്ചയുടെ പാതയിലാണ്. CPI വളർന്നു വരുന്നതിന് നിങ്ങൾക്ക് എന്തിനാണ് അസഹിഷ്ണുത? ഇതാ ചോദ്യം. CPI വളർന്നു വരുന്നതിന് എന്താണ് അസഹിഷ്ണുതയുടെ കാര്യം എന്നുള്ളതാണ് ചോദ്യം. അസഹിഷ്ണുത വരുത്തേണ്ട ആവശ്യമില്ല. കാരണം ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടങ്ങളിൽ ഒന്നിച്ചു നിൽക്കുന്ന പാർട്ടിയാ. പിന്നെ എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ചു പോകാൻ വേണ്ടി പറ്റുമോ സഖാവേ? രണ്ട് പാർട്ടിയല്ലേ, രണ്ട് നിലപാടുകളല്ലേ, രണ്ട് അഭിപ്രായങ്ങളല്ലേ? അങ്ങനെയുള്ളത് കൊണ്ടല്ലേ രണ്ട് പാർട്ടിയായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോ CPIക്ക് CPIയുടെ നിലപാടുണ്ടാകും, CPMന് CPMന്റെ നിലപാടുണ്ടാകും. ഈ നിലപാടുകൾ ഞങ്ങൾക്കറിയാം. ആ നിലപാടുകൾ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം. ആ നിലപാടിനനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ചില അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പിടിക്കാത്തത് ഞങ്ങൾ പറയും. ചില സമരങ്ങൾ ഞങ്ങൾ നടത്തിയെന്ന് വരും. ചില പ്രവർത്തനങ്ങൾ ആ രീതിയിൽ ഇടപെടുമെന്ന് പറയും. അപ്പൊ അങ്ങനെ നടത്തുമ്പോ ഇതൊക്കെ ഞങ്ങളുമായിട്ട് ആലോചിച്ചുകൊണ്ട് നടത്താൻ വേണ്ടി പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഗ്രിമെന്റിന് തയ്യാറാ ആലോചിച്ചുകൊണ്ട് നടത്താൻ. പക്ഷേ നിങ്ങൾ നടത്തുന്ന പരിപാടികളും ഞങ്ങളുമായിട്ട് ആലോചിച്ച് നടത്താൻ വേണ്ടി പാടുള്ളൂ. നടക്കോ? നടക്കുമെങ്കിൽ ഇപ്പൊ പറഞ്ഞത് നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കാം. ഏത് പ്രവർത്തനം CPIയുടെ MP എവിടെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് CPMന്റെ ഓഫീസിൽ നിന്നല്ല. MP-യുടെ ഫണ്ട് എവിടെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് CPIയുടെ ഓഫീസിൽ നിന്നാ. അത് തീരുമാനിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിന് പാരവെക്കുകയല്ല വേണ്ടത്. അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി കഴിയണം. കാരണം അവിടെ എന്തെങ്കിലും വികസനം നടന്നാൽ നാളെ ഇത് ഇടതുപക്ഷത്തിന്റെ വികസനത്തിലാണ് വരിക. അതിനോടനുബന്ധമായിട്ട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നേ. അതിനോട് ഒത്തുചേർന്നുകൊണ്ടാണ് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നത്. അല്ലാതെ അതിന്റെ പേരും പറഞ്ഞിട്ട് നാളെ ഈ പറയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരുമ്പോ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. രണ്ടാമത്തെ പ്രശ്നം എന്താ? രണ്ടാമത്തെ പ്രശ്നം പഴയങ്ങാടി ഫ്ലൈ ഓവറുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള വിഷയത്തിൽ നടത്തിയ സമരല്ലേ? ആ സമരം ഞങ്ങളുടെ സംഘടനക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാ ഈ പറയുന്ന നിർമ്മാണം കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് അത് അപകടാവസ്ഥയിലായിട്ടുണ്ട് എങ്കിൽ അതിൽ പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഞങ്ങൾ അത് കരാറെടുത്ത കരാറുകാരനെതിരായിട്ടാണ് ഞങ്ങൾ പ്രശ്നം നടത്തിയേ, ആ സമരം നടത്തിയേ. നിങ്ങൾക്ക് എന്തിനാ ബേജാറ്? ഞങ്ങൾ ഏതെങ്കിലും ആളെ പേര് പറഞ്ഞോ? ഞങ്ങൾ ആ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം നടത്തിയില്ലേ? അപ്പോഴാണ് പറയുന്നത് ഇതൊക്കെ ഒന്നിച്ചു നിന്നിട്ട് പറകുന്നു കുത്തുന്ന പരിപാടി എടുക്കുകയാണ് എന്ന് പറയാണ്. എങ്ങനെയാണ് ഒന്നിച്ചു നിന്ന് പറകുന്നു കുത്തുന്ന പരിപാടി എടുക്കുക? രാഷ്ട്രത്തിന്റെ രാജ്യത്തിന്റെ പൊതുമുതൽ, ആ പൊതുമുതൽ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പാലത്തിന് അല്ലെങ്കിൽ ഒരു റെയിൽവേ ക്രോസിന് അതിന് സമയബന്ധിതമായിട്ടുള്ള അതിന്റെ ക്വാളിറ്റി ഉണ്ടാകണമെന്ന് പറയുന്നത് എവിടെയാ പറകുന്നു കുത്തലായിട്ട് മാറുന്നേ? എന്താ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി കാരണം? ഇതെന്താ ഈ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത് എന്ന് വളരെ ബോധ്യത്തോട് കൂടിയിട്ട് നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും സാധിക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞേ? എന്നിട്ട് നിങ്ങൾ പറയാ എന്താ പറഞ്ഞേ? ഈ മാടായിലെ 6ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ പരാജയം ഞങ്ങളുടെ സഹോദര പാർട്ടിയായ CPIയുടെ പരാജയം കൂടിയാണ് എന്നാ പറഞ്ഞേ. എല്ലാ സഖാവെ നമുക്ക് അറിയാതുകൊണ്ട് ചോദിക്കുക. അവിടെ മത്സരിച്ചത് ഇടതുപക്ഷല്ലേ? ഇടതുപക്ഷത്തിനകത്ത് CPI ഇല്ലേ? CPIയുടെ കൂടി പരാജയമായിട്ട് എങ്ങനെയാണ് വരുന്നത്? ഇത് പറയുമ്പോ ഈ പറയുന്നത് പെശകാണെന്നെങ്കിലും പറയാൻ വേണ്ടി സാധിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ കാര്യം പറ. CPIയുടെ പരാജയമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കാം. എന്താണ് CPI പരാജയപ്പെടാൻ കാരണം? അവിടെ നിർത്തിയ മണി പവിത്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കെതിരായി CPI എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? അല്ല ഈ പറയുന്ന മറ്റുള്ളവർക്കായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? നടത്തിയിട്ടില്ലല്ലോ. അവിടെ എതിരായി നിന്ന് ഈ പറയുന്ന കോൺഗ്രസിനെതിരെ, UDF-നെതിരായിട്ടും BJP-ക്കെതിരായിട്ടും ഒരക്ഷരം പറയാതെ ആഹ്ലാദ പ്രകടനത്തിന്റെ അവസാന ഘട്ടത്തിൽ വന്നിട്ട് CPIയുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടിയിട്ട് എന്ത് പാതക CPI ചെയ്തത്? ഇവിടെ പറയേണ്ടത് നിങ്ങള് എന്ത് ശക്തി പ്രാപിച്ചുകൊണ്ട് വരുന്നുണ്ടോ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ബോധ്യപ്പെടുമ്പോ അവർ ലേശം ഇടപെടുന്നുണ്ട് എന്ന് കാണുമ്പോ, അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാണുമ്പോ, അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ട് എന്ന് കാണുമ്പോ അതിനെ നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണോ നടത്തല്? അതാണ് രാഷ്ട്രീയ പ്രവർത്തനം. അതിനെ നിങ്ങൾ ഫൈറ്റ് ചെയ്. എങ്ങനെ ഫൈറ്റ് ചെയ്യാ? ശക്തി ആൾബലം കൊണ്ടും സംഘബലം കൊണ്ടും അതോടൊപ്പം തന്നെ ഈ പറയുന്ന അധികാരത്തിന്റെ ബലം കൊണ്ടും നിങ്ങൾക്കുള്ള ശക്തി CPIക്ക് ഇല്ല. ഞങ്ങൾ ബോധ്യപ്പെടുന്നു. ഇറങ്ങി മാടായി പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങുമ്പോ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കാം. അങ്ങനെയല്ലേ ചെയ്യണ്ടേ? അല്ലാതെ പിന്നെ ഈ പറയുന്ന ഞങ്ങൾ ഒരു കാര്യം ചെയ്തു കൊണ്ടുവരുമ്പോ അതിനെതിരായിട്ടുള്ള സമീപനങ്ങളുമായി കടന്നു വരുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്? അതാണ് ഞങ്ങളുടെ സംശയം. CPIക്ക് എന്താ ഈ പരാജയത്തിൽ കാരണം? അല്ലെങ്കിൽ CPIയുടെ കൂടിയുള്ള പരാജയമാണ് എന്ന് പറയുമ്പോ അതിലെവിടെയാ CPIയുടെ പ്രശ്നമുള്ളത്? അത് നിങ്ങളൊന്ന് പറഞ്ഞതാ. ഞങ്ങൾക്ക് ബോധ്യപ്പെടേണ്ട കാര്യമുണ്ട്. ആ ബോധ്യപ്പെടലുകൾക്ക് വേണ്ടി തന്നെയാ ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ആ ബോധ്യപ്പെടുത്തലുകൾ പറഞ്ഞു തന്നാൽ അത് അംഗീകരിക്കാൻ, ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതാണെങ്കിൽ അംഗീകരിക്കാം. അല്ലാതെ വേറെ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ പോകുന്നത്. എല്ലാ സ്ഥലത്തും പറകിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിച്ചിട്ട് എല്ലാത്തിന്റെയും ഭാഗമായിട്ട് പറകുന്നു കുത്തിയിട്ട് നടക്കുന്ന പാർട്ടിയായിട്ട് CPIയെ നിങ്ങൾക്ക് എത്ര കാലം ഇങ്ങനെ അണികളുടെ ഇടയിൽ പറഞ്ഞുകൊണ്ട് CPI വിരോധം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും?
അങ്ങനെ വിരോധം ഉണ്ടാക്കുമ്പോ ഈ പറയുന്ന CPM ൽ നിന്ന് മാറി വരുന്ന ആളുകളൊക്കെ നിങ്ങൾ CPI പോകണ്ട, നിങ്ങൾ വേണമെങ്കിൽ BJP പോട്, അല്ലെങ്കിൽ വേണമെങ്കിൽ കോൺഗ്രസിലേക്ക് പോട്. അതാണോ നിങ്ങളുടെ രാഷ്ട്രീയം? എന്നാൽ അതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം. ഞങ്ങളുടെ രാഷ്ട്രീയം CPM ൽ നിന്ന് ആരെങ്കിലും പുറത്തു പോകുന്നുണ്ടെങ്കിൽ അവർ ഒരു കാരണവശാലും UDF പോകരുത്, അവർ ഒരു കാരണവശാലും BJP പോകരുത്. അവർക്ക് പ്ലാറ്റ്ഫോം ഒരുക്കാൻ ഞങ്ങൾ തയ്യാറാ. അതിന്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയമാണ് ഞങ്ങൾ ഇവിടെ പ്രയോഗിക്കുന്നതും ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നതും. പിന്നെ എന്തിനാണ് പുറത്താക്കുന്നത് എന്ന് നിങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യ. പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ആ പുറത്താക്കിയവന്റെ പിറകിലേക്ക് നടക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്താ? അവന്റെ വഴിക്ക് വിടണ്ടേ? പുറത്താക്കിയവനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്തിനാ പ്രവർത്തനം നടത്താൻ വേണ്ടി പോകുന്നേ? പാർട്ടിക്ക് വേണ്ടാത്തത് കൊണ്ടല്ലേ ഒഴിവാക്കുന്നേ? ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെയും അയാളെ കുറിച്ചിട്ട് നിങ്ങളിങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി പറ്റുമോ? അയാളെ സ്വതന്ത്രമായി വിട്. പിന്നെ അയാൾ നിങ്ങളുടെ പാർട്ടിക്കകത്തുണ്ടാകുമ്പോ ഉണ്ടാവുന്ന നാണക്കേട് പുറത്ത് മറ്റൊരു പാർട്ടിയിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നാണക്കേടില്ലല്ലോ. ആ നാണക്കേട് ആ പാർട്ടി നോക്കൂല. പിന്നെ നിങ്ങൾ എന്തിനാ പുറത്തു പോയവന്റെ പിറകെ നടക്കാൻ വേണ്ടി നിൽക്കുന്നേ? ഇതൊരു വലിയ പ്രശ്നമല്ലേ? ആ പ്രശ്നമാണ് മാടായിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മാടായിലെ സഖാക്കൾ മാടായിൽ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ ആ സംഘടനാ പ്രവർത്തനം ഞങ്ങളെക്കാൾ മേലെ നിൽക്കുന്നു, അവരിടപെടുന്നു എന്ന് പറയുമ്പോൾ അധികാര കുത്തക എന്ന് പറയുന്നത് ചെറിയ പ്രശ്നമൊന്നല്ല. അങ്ങനെയുള്ള ചില വിഷയങ്ങളുടെ ഭാഗമായി സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. ആ കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനി പിന്നെ നിങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യം എന്താ? ഈ പറയുന്ന സെക്രട്ടറിയുടെ പ്രസംഗത്തിനകത്ത് ചെറിയ സമയത്തെ സെക്രട്ടറി പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് മനസ്സിനകത്തുള്ള CPI വിരോധം ഇങ്ങനെ കുലംകുത്തി ഇങ്ങനെ ഒഴുകി പുറത്തേക്ക് വന്നിട്ട് അതിന്റെ വേഷം മുഴുവൻ ഇങ്ങനെ ചീറ്റിയിട്ട് ഈ പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് ഇങ്ങനെ തെറിപ്പിച്ചിട്ടുണ്ടല്ലേ കടന്നുപോയത്. ഇങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാരാണ് ഈ പാർട്ടിയെ നയിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഇടതുപക്ഷത്തിനൊരു ഭാവി ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് ഒരു ഭാവി ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്? ഇടതുപക്ഷം എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പോകുന്നത്? ഇതൊക്കെയാണ് വരാനിരിക്കുന്ന നേതൃത്വങ്ങളുടെ മനസ്സിലിരിപ്പെങ്കിൽ തുറന്ന സമീപനവുമായി സഹകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നിടത്ത് മാത്രമല്ലേ അതിന്റെ വികസനം ഉണ്ടാകൂ, അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാകൂ. അല്ലാതെ ഞങ്ങൾ എറിഞ്ഞു തരുന്ന അപ്പകഷ്ണങ്ങൾ കൊണ്ട് നിങ്ങളൊന്നും തൃപ്തിപ്പെട്ടോ ഞങ്ങളാണ് വലിയ പാർട്ടി, ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റൂ എന്ന് പറയുന്നിടത്തേക്ക് എല്ലാ കാലത്തും ദാസ്യവേല നടത്തിക്കൊണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അത് ഞങ്ങൾ പരസ്യമായി പറയാം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഏത് അധികാര കസേരകളും ഒഴിഞ്ഞു വെക്കാൻ ഞങ്ങൾ തയ്യാറാ. അധികാരത്തിന്റെ പിന്നാമ്പുറങ്ങൾക്ക് പോയിട്ടല്ല CPI എന്ന് പറയുന്ന പ്രസ്ഥാനം മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. മാടായി പഞ്ചായത്തിനകത്ത് ഞങ്ങൾ ഈ പറയുന്ന അധികാരം ഒഴിവാക്കിക്കൊണ്ട് പോകാൻ തയ്യാറാ. നിലപാട് പറ. നിങ്ങൾ ഈ നാടിനകത്തുള്ള ജനങ്ങളോട് നിങ്ങൾ നിലപാട് പറ. ആ നിലപാടിന്റെ ഭാഗമായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ആ നിലപാട് വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. അധികാരത്തിന്റെ 4 വാർഡിനകത്തുള്ള മെമ്പർമാരുടെ സീറ്റും കാണിച്ച് അല്ലെങ്കിൽ ഇതിന്റെ കാര്യവും പറഞ്ഞ് നിങ്ങളിങ്ങനെ നിന്നോളണമെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഓച്ചാനിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ ചില നിലപാടുകൾ എടുക്കേണ്ടതായിട്ട് വരും. ആ നിലപാടുകൾ ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നത് നിങ്ങളാ, അല്ലാതെ ഞങ്ങളല്ല. CPI എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു കാരണവശാലും LDF എന്ന് പറയുന്ന സംവിധാനത്തെ തകർക്കാൻ കൂട്ടുനിൽക്കില്ല. അത് ഉറപ്പാ. എന്തുകൊണ്ടാണെന്നറിയോ? LDF ഉണ്ടാക്കിയത് CPIയുടെ പാർട്ടി കോൺഗ്രസിനകത്തുള്ള തീരുമാനം ഈ പറയുന്ന ഇടതുപക്ഷ മുന്നണികൾ ഒന്നിച്ചു നിൽക്കണം, പാർട്ടികൾ ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുന്ന തീരുമാനം. ആ തീരുമാനം ബട്ട് ഇന്ത്യ കോൺഗ്രസിന്റെ തീരുമാനം നടപ്പിലാക്കാൻ ഞങ്ങൾ വന്നപ്പോ നിങ്ങൾ ആദ്യം എന്താ ഞങ്ങളോട് പറഞ്ഞത്? കേരളം ഭരിക്കുന്നത് CPI അല്ലേ, PKB അല്ലേ മുഖ്യമന്ത്രി, അയാളോട് രാജിവെക്കാൻ വേണ്ടി പറ, എന്നിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഒറ്റ ദിവസം കൊണ്ട് ഈ പറയുന്ന രാജിക്കത്ത് എഴുതി കൊടുത്തിട്ട് PKB ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന്? ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഈ പറയുന്ന രീതിയിലേക്ക് നിന്നില്ലേ? എന്നിട്ട് ഞങ്ങൾ ഇതിന്റെ കൂടെ നിന്നില്ലേ? എന്നിട്ട് LDF ഉണ്ടാക്കിയില്ലേ? അതിനുശേഷം ഇന്ന് വരെ ഞങ്ങൾ ഈ പറയുന്ന മുഖ്യമന്ത്രി കസേര ചോദിച്ചിട്ടില്ലല്ലോ. നിങ്ങളല്ലേ മുഖ്യമന്ത്രി കസേര ഭരിച്ചുകൊണ്ട് നിൽക്കുന്നേ. അപ്പൊ നിങ്ങൾ പറയും പിന്നെ അത് വേഗം ചോദിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരിക വേണ്ട. ചില നേതാക്കന്മാരുടെ മൈൻഡ് അതങ്ങനെയാണ്. അവർക്ക് ഈ പറയുന്ന ആദ്യ തമ്പുരാക്കന്മാരിങ്ങനെ ഈ ഇല്ലത്തിങ്ങനെ ഇരുന്നിട്ട് കാലും വെച്ചിട്ട് നടത്തുന്ന ചില പ്രഭാഷണങ്ങളുണ്ടല്ലോ, അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചിട്ട് വരികയെ വേണ്ടു എന്ന് പറയുമ്പോ അത് ചോദിക്കാനും ചോദിക്കാതിരിക്കാനുമുള്ള വകതിരിവെന്ന് പറയുന്ന സംവിധാനം ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങളുടെ പാർട്ടിക്കകത്ത്. അത് ഞങ്ങൾ ആവശ്യമുള്ളടക്കം ഞങ്ങൾ ആവശ്യമുള്ള രീതിയിൽ പ്രയോഗിക്കും. അതാണ് ഇതിന്റെ നിലപാട് എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് കഴിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് രണ്ടു പക്ഷവും ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ പോകണം. അല്ലാണ്ട് ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു പക്ഷം നടപ്പിലാക്കിയിട്ട് പോകേണ്ട കാര്യമല്ല എന്നുള്ളത് പറയണം. പിന്നെയാണ് അതിൽ വലിയ ക്ലൈമാക്സിലേക്ക് ആ കാര്യങ്ങൾ വരുന്നത്. എന്താ കാര്യം? ആ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ അണികളെ നിർത്തിയിട്ട് അവർക്ക് ആവേശം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് കയ്യടി വേണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ചുമലിലിരുന്നിട്ട് ചെവി നുള്ളുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ആ ചെവി നുള്ളുന്നതിന് പകരം കഴുത്ത് തന്നെ ഒടിച്ചെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന ചില ആളുകളൊക്കെ ഇതിന്റെ പുറകിലുണ്ട്. അവരുടെ പേര് ഞങ്ങളുടെ സഹോദര പ്രസ്ഥാനം എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഏതാ ഈ സഹോദര പ്രസ്ഥാനം? പറഞ്ഞൂടെ നേരാവണ്ണം പേര്? എന്താ ഈ സഹോദര പ്രസ്ഥാനം എന്ന് പറയുന്നത്?
ആ സഹോദര പ്രസ്ഥാനം എന്ന് പറയുന്നത് ഞങ്ങളാണ് CPI. നിങ്ങൾ പറഞ്ഞത് പുതിയ കാലല്ലേ? പുതിയ കാല എന്താണെന്നറിയോ? മക്കള് രക്ഷിതാക്കളുടെ നെഞ്ചത്ത് കാലാക്കുന്ന മക്കളാ. എന്നിട്ട് ആ കാലാക്കി കഴിഞ്ഞതിന് ശേഷം ഓനതിനെ ന്യായീകരിച്ചുകൊണ്ട് നടക്കും. ആ ന്യായീകരണം കേട്ടിട്ട് അത് ശരിയാണെന്ന് പറയുന്ന ഗതികെട്ട ആളുകൾ ചിലപ്പോൾ സമൂഹത്തിൽ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്നതിനോടെല്ലാം ശരിയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? പറയാൻ വേണ്ടി പറ്റില്ല. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്നറിയോ? വിവരക്കേട് എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല, അത് കുറ്റാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ വിവരക്കേട് ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുക. അങ്ങനെ അലങ്കാരമായി കൊണ്ടു നടക്കുന്നവനെയൊക്കെ ഏതെങ്കിലും പാർട്ടിയുടെ അധികാര സ്ഥാനത്ത് അതിന്റെ കീ പോസ്റ്റിലേക്ക് ഇരുത്തി കഴിഞ്ഞാൽ അതിന്റെ ദുരന്തം ആ പാർട്ടി അനുഭവിക്കേണ്ടി വരും. അത് അവിടെ മാത്രമല്ല, എല്ലാവിടെയും അനുഭവിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കകത്തേക്ക് ഉണ്ടാകും. അത്തരം നിലപാടുകൾക്കകത്തേക്ക് പോകാൻ വേണ്ടി കഴിയില്ല. അതാ ഞങ്ങൾ പറഞ്ഞേ. ആ പറയുന്നതിൽ ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്നറിയോ? ഞങ്ങൾ ഒരുത്തന്റെയും കഴുത്ത് കത്തിവെക്കാൻ വേണ്ടി ഞങ്ങൾ നിന്നിട്ടില്ല. ഒരാളെയും പുറകിൽ നിന്ന് കുത്താൻ വേണ്ടി ഞങ്ങൾ നിന്നിട്ടില്ല. കഴുത്തൊടിക്കാൻ വേണ്ടി ഞങ്ങൾ നിന്നിട്ടില്ല. അങ്ങനെ ഒരു സംവിധാനം ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിലപാടിന്റെ ഭാഗ. ആ നിലപാട് ഞങ്ങൾ പരസ്യമായിട്ട് വിളിച്ചു പറയാറുമുണ്ട്. ആ നിലപാട് പരസ്യമായിട്ട് വിളിച്ചു പറയുന്നത് ഇതാണ് CPIയുടെ നിലപാട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാ. ഇന്ന വിഷയത്തിൽ CPI ഇങ്ങനെ നിലപാടെടുക്കുന്നതെന്ന് അവിടെ പറയാനാ. അല്ലാതെ ഈ പറയുന്ന LDF-നകത്ത് ഇങ്ങനെ ഉണ്ടാകുന്ന കച്ചറകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുമ്പോ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, കഴുത്തറുക്കുന്നതും ഈ പറയുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വരുന്നതും എന്ന് നോക്കുമ്പോ അവിടെ ഞങ്ങൾ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1925 CPI രൂപീകരിച്ചിട്ട് 1964 ആ പാർട്ടിയുടെ കഴുത്തറുത്തുകൊണ്ട് പോയത് ആരാ? ഞങ്ങളാണോ? ഈ നാടിനകത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ തകർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് ആരാ? എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് പഠിപ്പിക്കുക കഴുത്തിന് കത്തിവെക്കുന്നവരും ബാക്കിന്ന് കുത്തുന്നവരെയും പരിപാടി ഞങ്ങളോടാണോ പറയുന്നേ? ഇത് ഞങ്ങളാണോ തീരുമാനിക്കണ്ടേ? ഞങ്ങളാണോ പ്രവർത്തിക്കണ്ടേ? ഞങ്ങളാണോ ചെയ്യണ്ടേ? അല്ല എന്നുള്ളത് നല്ല നിശ്ചയദാർഢ്യം ഞങ്ങൾക്കുണ്ട്. ഇത് പഠിക്കണം, ചരിത്രം പഠിക്കണം, പരിശോധിക്കണം. അതിന്റെ ഭാഗമായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അത് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെട്ടുകൊണ്ട് പോയാൽ എല്ലാവർക്കും നല്ലത്. അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്നവർ അത് ചെയ്യണം. പിന്നെ എന്താ ആണ് CPI എന്നുള്ളതാ? ഏതിൻ്റെ അകത്താ ചവറ് കൂടുതലുള്ളത് എന്ന് നാട്ടുകാർ പറയട്ടെ എന്ന്. എന്തിനാ പറയുന്നത്? നമ്മളൊരു മത്സരത്തിന് നിൽക്കുന്നേ. ഏതിലാണ് ചവറ് കൂടുതൽ? മറ്റൊരു പാർട്ടിയിൽ നിന്ന് ആളുകൾ വരുന്നതൊക്കെ ചവറാണെങ്കിൽ ഏത് പാർട്ടിയിലാ ചവറ് കൂടുതലുള്ളത് എന്ന് പരിശോധിക്കേ. ഞങ്ങൾ പറയുന്നത് CPM ആണ് ഏറ്റവും ശക്തമായ പാർട്ടി എന്നുള്ളത് കൊണ്ട് അതിനകത്തേക്ക് രാഷ്ട്രീയ അഭയം തേടി പോകുന്നവരുടെ എണ്ണം ഉണ്ടായിട്ടുണ്ട്. അത് CPIയേക്കാൾ കൂടുതലാ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചവറുകൾ കിടക്കുന്നത് CPIM-നല്ലേ? അല്ലേ? അത് എന്താണ് ഒരു വകതിരിവില്ലാതെ നിങ്ങൾ സംസാരിക്കുന്നത്? ആ സംസാരം എങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്? ഏത് രീതിയിലാ? ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പാലക്കാടിന്റെ മണ്ണിൽ കോൺഗ്രസിൽ നിന്ന് വന്ന ചവർണയാണോ നിങ്ങൾ LDF-നെ കൊണ്ട് നടത്തിച്ചത്? അങ്ങനെയാണോ നടന്നത്? അതാണോ ഞങ്ങൾ കാണണ്ടേ? അതാണ് ചവറാണോ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് വന്നിട്ടുള്ളത്? അല്ല എന്നുള്ളത് ബോധ്യല്ലേ? അല്ല എന്നുള്ളത് ശരിയല്ലേ? ഇതെങ്ങനെയാണ് നടത്താൻ വേണ്ടി കഴിയുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയണ്ടേ? ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിച്ചു. ആ കാര്യം എന്ന് പറയുന്നത് വളരെ വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞു വെക്കാൻ വേണ്ടി പോകുന്ന കാര്യമാണ്. ആ കാര്യം ഇതാ, ഈ നാടിനകത്ത് ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുമ്പോ ആ കടന്നു വരുന്നവരെ മുഴുവൻ ചവറിന്റെ കൂട്ടത്തിലേക്ക് കൂട്ടുമ്പോ ആ ചവറുകൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിനകത്തുള്ള ജനാധിപത്യപരമായിട്ടുള്ള പൗരന്മാരാ, ജനാധിപത്യ ബോധ്യമുള്ളവരാ, ജനാധിപത്യമായി വോട്ടവകാശമുള്ളവരാണ്. അവർ ഈ നാടിനകത്ത് ഞങ്ങളുടെ പാർട്ടിയിലല്ല എന്നുള്ളത് കൊണ്ട്, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയി എന്നുള്ളത് കൊണ്ട് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇവരെയൊക്കെ ചവറുകളായി കാണാൻ വേണ്ടി കഴിയുന്നത്? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് ഇങ്ങനെ ചവറുകളായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നത്? അങ്ങനെയല്ലല്ലോ. തളിപ്പറമ്പിനകത്ത് അവിടെ CPIയിൽ നിന്ന് പോയിട്ടുള്ള പുല്ലായിക്കൊടി ചന്ദ്രനുണ്ട്. തളിപ്പറമ്പിനകത്ത് നിന്ന് പോയിട്ടുള്ള സഖാവ അവിടെ CPM-ന്റെ കൂടെ നിന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോ ഈ പറയുന്ന രീതിയിൽ അവിടുത്തെ ഏരിയ ലോക്കൽ സെക്രട്ടറി ആയിട്ടുണ്ട്, ഏരിയ കമ്മിറ്റി മെമ്പർ ആയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ചവറാണോ? ഞങ്ങൾ ചോദിക്കുന്നില്ല ചവറാണോ, നിങ്ങളാണ് മറുപടി പറയേണ്ടത്. ഒന്നിച്ചു നിർത്തുന്നത് ചവറാണോ അല്ലയോ എന്നുള്ളത് മറുപടി പറയേണ്ടത് നിങ്ങളാണ് എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഇതാ ചെറുകുന്നതിനകത്ത് ഇപ്പോഴും ജനപ്രതിനിധിയായി നിൽക്കുന്ന PL ബേബി ഉണ്ടല്ലോ. കോൺഗ്രസിനകത്ത് നിന്ന് വന്ന PL ബേബി ഇപ്പൊ ജനപ്രതിനിധിയായിട്ട് നിൽക്കല്ലേ എന്ന് ഈ പഴയ കളിക്കാർക്ക് അറിയല്ലോ ബേബിയെ. ബേബി ചവറാണോ? കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് CPM-ലേക്ക് വന്ന ബേബി ചവറാണോ? ചവറാണെങ്കിൽ പറയണം നിങ്ങൾ. അതിവിടെ വെച്ച് പറയണം. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ബാലപാഠം പോലും മനസ്സിലാക്കാൻ വേണ്ടി കഴിയാതെ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു നേതൃത്വം എന്ന് പറയുന്നത് എല്ലാ പാർട്ടികൾക്കും അപമാനം. അത് തീരുമാനിക്കാൻ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. എന്തേ BJP-യിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ധനേഷ് സ്വർണ്ണമാണെന്ന് പറഞ്ഞിട്ടാണോ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയത്? അല്ലല്ലോ. കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എത്ര കാലം പാർട്ടിക്കകത്തേക്ക് നിർത്താൻ വേണ്ടി സാധിച്ചു? തിരിച്ചു പോയില്ലേ?
എങ്ങനെയാ കാര്യം? എന്താ? CPI-യുമായി സംസാരിക്കുന്നു, CPI-യിൽ ചർച്ച നടത്തുന്നു, ധനേഷ് CPI-യിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു. രാത്രി പോയിട്ട് നേതാക്കന്മാർ പോയിട്ട് ധനേഷിനെ കണ്ട് പിടിച്ച പിടിയാലെ ഈ പറയുന്ന പാർട്ടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിൽ എന്തേ ചവറാവാതിരുന്ന ധനേഷ്? CPM-ലേക്ക് വരുമ്പോ ധനേഷ് എന്താ ചവറാവാതിരുന്നേ? CPI-യിലേക്ക് വന്നാൽ ചവറാണോ? ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയേണ്ട ഇത്തരം ചില വില കുറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ ഹാൾ മീറ്റിംഗിനകത്ത് നിങ്ങൾ എന്തും പറഞ്ഞു, അവിടെ നിങ്ങൾ ഏത് രീതിയിലും പ്രസംഗിച്ചോ, ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷേ ഈ പറയുന്ന സ്ഥലത്ത് പൊതുവേദികൾക്കകത്ത് പറഞ്ഞാൽ ആ പറഞ്ഞതിന് മറുപടി പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾക്ക് മറുപടി പറയേണ്ട വരും. ഞങ്ങൾ മറുപടി പറഞ്ഞാൽ അതിനെതിരായിട്ട് കാഹളം മുഴക്കിക്കൊണ്ട് കടന്നു വരണ്ട എന്നുള്ളതാണ് പറഞ്ഞു വെക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ മറുപടി പറയുന്നത് കേട്ടിട്ട് അതിനോട് കാടിളക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, അതാ ആ പറഞ്ഞ ആളെ നാളെ ഇതാ രാഷ്ട്രീയ വനവാസത്തിന് അയച്ചു കളയാം, അവന്റെ എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് പറഞ്ഞു കളയാം എന്നൊക്കെ തീരുമാനിക്കുന്നതാണെങ്കിൽ നമുക്ക് അതും ഒരു സംവാദമായി നടത്തിക്കളയാം. ആ സംവാദത്തിന്റെ ഭാഗമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയാം, ഒരു പ്രയാസമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർത്തു വെച്ചോ, ഇതാർക്കാണ് ഗുണം ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് ഓർത്തു വെച്ചോ. ഞാൻ ഈ പ്രസംഗത്തിന്റെ ആദ്യം പറഞ്ഞതുപോലെ ഇന്ന് ഈ പൊതുയോഗം നടത്താനുള്ള കാരണക്കാർ നിങ്ങളാണ്. ഈ പൊതുയോഗത്തിൽ ഞങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സംസാരിച്ചിരുന്ന മുഴുവൻ ഉത്തരവാദികളും നിങ്ങൾ മാത്രമാണ്, വേറെ ആരുമല്ല എന്നുള്ളത് ഉറപ്പിച്ചും തറപ്പിച്ചും ഞങ്ങൾ പറഞ്ഞു വെക്കുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഇവിടെ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു, ഇത് ജനാധിപത്യ പോരാട്ടമാണ്. ജനാധിപത്യ പോരാട്ടത്തിനകത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വരുന്ന എല്ലാ രീതിശാസ്ത്രങ്ങളും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതായിരിക്കണം. ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ടാണ് അന്ന് നടത്തിയ പ്രസംഗത്തിന്റെ മറുപടി പ്രസംഗം എന്നുള്ള രീതിയിൽ ഈ രീതിയിൽ നമുക്ക് ചില കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് വിളിച്ചു പറയേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ട് ഞങ്ങൾ ഈ പൊതുയോഗം നടത്തിയപ്പോ, ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയപ്പോ ഈ യോഗത്തിനകത്ത് ആകാംക്ഷയോടുകൂടി വന്നവരുണ്ട്, പ്രതീക്ഷയോടുകൂടി വന്നവരുണ്ട്, സന്തോഷിക്കാൻ വേണ്ടി വന്നവരുണ്ട്, സങ്കടത്തോടുകൂടി കേൾക്കുന്ന ആളുകളുണ്ട്. എല്ലാ ആളുകളെയും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് CPI പറയുന്നു, CPIക്ക് ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. ആ നിലപാടിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPI എന്ന് പറയുന്ന പാർട്ടി. ആ നിലപാട് വിട്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നു. ഇനി ഒരു കാര്യം കൂടി ഞങ്ങൾ പറയുന്നു, CPM-നകത്ത് നിന്ന് ആരെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുമായി ഉൾക്കൊള്ളാൻ വേണ്ടി ശേഷിയുള്ള ആരായാലും അവരെ ഞങ്ങൾ സ്വീകരിക്കും. ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യണ്ടു, അത്ര ആളുകൾ പുറത്തേക്ക് വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങൾ ഒരിക്കലും അതിന്റെ അകത്ത് വന്ന് ഗ്രൂപ്പിസ് ഉണ്ടാക്കിയിട്ട് ഇളക്കിയിട്ട് പോവില്ല. മാടായിലെ പാർട്ടിയെ പൊളിക്കാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന സമീപനം ഞങ്ങൾ എടുക്കില്ല. ഉറപ്പായിട്ട് ഞങ്ങൾ പറയാം, ഞങ്ങൾ ഗ്യാരണ്ടി തരാം. നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ട് ഈ രീതിയിൽ ഞങ്ങൾ ചെയ്യില്ല. പക്ഷേ അതിനകത്ത് നിന്ന് ആരെങ്കിലും പുറത്തേക്ക് വന്നാൽ CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആശയ സംഹിതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കാൻ അവർക്ക് സാധിക്കുമെങ്കിൽ അത്തരം ആളുകളെ ഞങ്ങൾ ഇതിന്റെ കൂടെ കൂട്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. അത് CPM മാത്രമല്ല, കോൺഗ്രസ് ആയാലും BJP ആയാലും. കാരണം എന്താണെന്നറിയോ? രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ബലാബലമല്ലേ, ശക്തിയല്ലേ? എങ്ങനെയാ ബലാബലം ഉണ്ടാക്കുക? മറ്റതിൽ നിന്ന് എതിരാളികളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നാലല്ലേ ബലാബലം ഉണ്ടാക്കൂ. എതിരാളിയുടെ അടുക്ക പോയി നിന്നിട്ട് നീ ചവറാണ് വരണ്ടെന്ന് പറഞ്ഞാൽ എവിടെയാ മാറ്റം ഉണ്ടാവുക? ഇവിടെ എങ്ങനെയാ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുക? മാട്ടോല പോലെയുള്ള മാടായി പോലെയുള്ള പ്രദേശത്തിനകത്ത് നിന്ന് നിങ്ങൾ എങ്ങനെയാ ആളെ കൂട്ടാൻ വേണ്ടി പോകുന്നത്? CPM-ഉം CPI-യും തമ്മിൽ അടിക്കാൻ വേണ്ടിയിട്ടാണോ തീരുമാനം? അതിനകത്ത് നിൽക്കുന്ന ഭൂരിപക്ഷം വരുന്ന വലതുപക്ഷ ജനതയെ അവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണ്ടേ? അങ്ങനെ കൊണ്ടുവരുമ്പോ CPM-ൽ വരുന്നതെല്ലാം പുണ്യവാളന്മാരും CPI-യിലേക്ക് വരുന്നവരെല്ലാം ചവറാണ് എന്ന് പറയുന്ന നിലപാടെടുക്കുന്നത് രാഷ്ട്രീയ വിഡ്ഢിത്തമാണ് എന്നുള്ളതാണ്. പാപ്പരത്വം എന്ന് പറയുന്ന പേരാണ് അതിന് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുക. അത് ദയവ് ചെയ്ത് നിങ്ങൾ എടുക്കരുത്. ഞങ്ങളെ കൊണ്ട് ഇത്രയും പറയിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ പാതകമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. ഇത് ഒരു തെരുവ് യുദ്ധമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ നിലപാടുകളുമായി മുന്നോട്ടേക്ക് കടന്നു പോയിട്ടുള്ളത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് വിളിച്ചിരുത്തി സംസാരിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ വിളിച്ചിരുത്തി സംസാരിച്ചാൽ ആ വിളിച്ചിരുത്തി സംസാരിക്കുന്നെടുക്ക ഞങ്ങൾ വരും, ഞങ്ങൾ ആ കാര്യങ്ങൾ കേൾക്കും. ആ കേട്ട കാര്യങ്ങളിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറയും. പിന്നെ ആരാണ് വരേണ്ടത്, ആരാണ് പോകേണ്ടത് എന്നുള്ള ഡിമാൻഡും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട. ആരാണ് ഇതിന്റെ ഭാഗമായി വരേണ്ടത്, ആരാണ് ഇതിലേക്ക് വരാൻ പാടില്ലാത്തത് എന്നുള്ള ഡിമാൻഡും കൊണ്ട് വരരുത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് കൃത്യമായ നിലപാടാ. CPIക്ക് CPIയുടെ നിലപാടുണ്ട്. ആ നിലപാട് എടുത്തുകൊണ്ട് തന്നെയാ CPI മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി കഴിയുന്നത്. നിങ്ങൾ ഞങ്ങളിൽ ഒരാളെ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പറ്റില്ല എന്ന് പറയുന്ന ആളെ മാറ്റി നിർത്താൻ നിങ്ങളും തയ്യാറാവേണ്ടി വരും. അതൊരു രാഷ്ട്രീയമാ.
ആ രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ അത് അംഗീകരിച്ചു കൊണ്ടുപോകാൻ തയ്യാറാവണം എന്നുള്ളതാ. ഇവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ മസിൽ കൂടിയവനെന്നോ മസിൽ കുറഞ്ഞവനെന്നോ അല്ലെങ്കിൽ ഏട്ടൻ അനിയൻ എന്ന് പറയുന്ന കാര്യങ്ങളോ ഇതൊന്നും ഇതിന്റെ ഭാഗമായിട്ടില്ല. എല്ലാ പാർട്ടികൾക്കും വ്യക്തിത്വമുണ്ട്, എല്ലാ പാർട്ടികൾക്കും നിലപാടുണ്ട്. ആ നിലപാടും വ്യക്തിത്വവും ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു അവകാശം ജനാധിപത്യ ഇന്ത്യക്കകത്തുണ്ട്. അവിടെ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ആ ജനാധിപത്യ ഇന്ത്യക്കകത്തുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ആര് ശ്രമിച്ചാലും അത് ഫാസിസമാ. ഫാസിസത്തെ BJP-കാരൻ ചെയ്യുമ്പോൾ മാത്രമേ ഫാസിസുള്ളൂ. ഫാസിസത്തെ ഈ പറയുന്ന വേറെ ഏതെങ്കിലും ശക്തി ചെയ്യുമ്പോൾ മാത്രമേ ഫാസിസുള്ളൂ. ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കാൻ വേണ്ടി സമ്മതിക്കാത്ത അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്റെ മേലെ കൈകടത്താൻ വേണ്ടി വരുന്ന സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തടസ്സം നിൽക്കുന്ന എല്ലാം ഫാസിസമാ. ആ ഫാസിസത്തിന്റെ അഴുക്ക് ചാലിലേക്ക് കടന്നു പോകരുത് എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു വെക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഞങ്ങൾ പറയാതെ അവസാനിപ്പിക്കുകയാണ്. പറയാതെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ഇത് ഞങ്ങളുടെ നിലപാടാണ്. ഈ നിലപാടിന്റെ ഭാഗമായി ഏത് അധികാര സ്ഥാനങ്ങൾ ത്യജിക്കേണ്ടി വന്നാലും അത് ത്യജിക്കുന്നതിന് CPI എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മടിയില്ല എന്നുള്ളത് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. 4 സീറ്റിന്റെ അപ്പക്കഷ്ണം എറിഞ്ഞു തന്നിട്ട് അതിന്റെ പിറകിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അസ്തിത്വത്തെ വിലക്കെടുക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി നിന്നാൽ അത് ഞങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സൂചനയായി ഇതിന്റെ ഭാഗമായി ഞങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. ഉറപ്പിച്ചും പ്പിച്ചും ഞങ്ങൾ പറയുന്നു, ഈ പറയുന്ന മാടായി പഞ്ചായത്തിലെ 6ാം വാർഡ് സ്ഥാനാർത്ഥി CPM-ന്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞ ആ നിലപാടിനെ തിരുത്തി ഞങ്ങൾ പറയുന്നു. മണി പവിത്രൻ എന്ന് പറയുന്നത് LDF-ന്റെ സ്ഥാനാർത്ഥിയാണ്, LDF-ന്റെ മെമ്പറാണ് എന്നുള്ളത് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. ഞങ്ങളുണ്ട് അതിന്റെ കൂടെ. നിങ്ങൾ ഞങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ചാലൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. CPI ഉണ്ട് അതിന്റെ കൂടെ, CPI-യുടെ വോട്ടുണ്ട് അതിന്റെ കൂടെ. അതിനോടൊപ്പം ഞങ്ങൾ നിന്നിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനത്തിന് ഞങ്ങൾ വേണ്ടെന്ന് തീരുമാനിച്ചത് നിങ്ങളാ. അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. പിന്നെ പറഞ്ഞു, ഈ പറയുന്ന അവിടെ വലിയ ഗൂഢാലോചന നടന്നു, വലിയ കാര്യങ്ങൾ നടന്നു. BJP-യുടെ 106 വോട്ട് ഞങ്ങൾ എണ്ണിയിട്ടുണ്ട്, അതിതാ സംഭാവന കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്തേക്ക് മറച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ കളത്തിനകത്തുള്ള കണക്കുകൾ കൊണ്ടുവരികയാണെങ്കിൽ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയാം, ആ രാഷ്ട്രീയ കണക്കിനകത്തുള്ള കളികൾക്കകത്ത് CPI-യെ നിങ്ങൾ കൂട്ടേണ്ടതില്ല. അത് കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം കൃത്യമായ നിലപാടുമായി അതിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അന്നും ഇന്നും ഇതിനോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ളത് ആത്മാർത്ഥമായ മനസ്സുമായിട്ടാണ്. ആ മനസ്സിനെ നിങ്ങൾ കളങ്കിതമായി കാണുന്നുവെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുറ്റ, ഞങ്ങളല്ല. ഞങ്ങൾ അതിനോടൊപ്പം നിന്നത് അങ്ങനെ തന്നെയാ, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ നിങ്ങൾക്ക് ചില ആളുകളെ നോക്കുമ്പോ, ചില ആളുകളെ കാണുമ്പോ, ചില ആളുകളോട് സംസാരിക്കുമ്പോ ചില പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിന് ഞങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഞങ്ങളുടെ ലോക്കൽ സെക്രട്ടറിയെ മാറ്റിവെച്ചിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങാൻ വേണ്ടി കഴിയോ? ഞങ്ങളെ ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറിയെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രവർത്തനത്തിന്റെ കൂടെ നിൽക്കാൻ വേണ്ടി കഴിയോ? ഞങ്ങളെ സഖാക്കളെ തള്ളി പറഞ്ഞുകൊണ്ട് നിങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടി കഴിയോ? കഴിയില്ല എന്നുള്ളത് ബോധ്യപ്പെടാൻ വേണ്ടി കഴിയണം. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ വളരെ കൃത്യമായും വളരെ ശക്തമായും ഞങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. ഈ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ളതും ഞങ്ങളെ കൊണ്ട് ഈ പൊതുയോഗം വെപ്പിച്ചിട്ടുള്ളതും ഇതിന്റെ ഭാഗമായി ഒരു തെരുവിനകത്ത് പരസ്യമായി വിചാരണ നടത്തേണ്ടി വന്നിട്ടുള്ളതും അത് CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള സഖാവ് V. വിനോദിന്റെ വാക്കുകളിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയപരമായ നെറികേടിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് കൂടി ഞങ്ങൾ ഇതിന്റെ ഭാഗമായി പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊരു തുടർക്കഥയായി കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടാവാം. അങ്ങനെ എടുത്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും ഞങ്ങൾ പരിശോധിച്ചതുപോലെ ഇഴകീറി വെച്ച് നിങ്ങളൊന്ന് കേൾക്കേ, എന്നിട്ട് നിങ്ങളൊന്ന് ചർച്ച നടത്തേ, എന്നിട്ട് നിങ്ങൾ അതിന്റെ ഭാഗമായിട്ട് എന്ത് നിലപാടെടുക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോവില്ല. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് തന്നെ ഞങ്ങളുണ്ട്. ഈ നാടിനകത്ത് LDF എന്ന് പറയുന്ന സംവിധാനത്തിൽ തന്നെ ഞങ്ങളുണ്ട്. ആ സംവിധാനത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഞങ്ങളുണ്ട്. ഇതിന്റെ ഭാഗമായി വരുന്ന എല്ലാ ചർച്ചകളും എല്ലാ അഭിപ്രായങ്ങളും ഇതോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായി മുന്നോട്ടേക്ക് കടന്നു പോകാൻ വേണ്ടി കഴിയണം. അതുകൊണ്ട് ഒറ്റുകാരുടെ പ്രസ്ഥാനങ്ങളുടെ പോലെ ഈ നാടിനകത്ത് CPI-യെ കാണാൻ വേണ്ടി തയ്യാറാവേണ്ട. ചരിത്രത്തിനകത്ത് CPI എന്ന് പറയുന്ന പ്രസ്ഥാനം സഹിച്ച ത്യാഗം, ആ ത്യാഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയായിട്ട് നിൽക്കുന്നത്. കേരളത്തിനകത്ത് കേരളത്തിലെ ഇടതുപക്ഷവുമില്ലത്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, കേരളത്തിൽ CPI-യുടെ സാന്നിധ്യമില്ലാത്ത ഒരു ഇടത് മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല.
ഇത് CPIക്ക് മാത്രം കേരളത്തിൽ അവകാശപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവകാശവാദമാണ് എന്നുള്ളത് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അങ്ങനെ അവകാശപ്പെടാൻ വേണ്ടി കഴിയില്ല. അതാണ് കേരളത്തിന്റെ ചരിത്രമെന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടി കഴിയണം. മുഖ്യമന്ത്രി കസേര എന്ന് പറയുന്നതല്ല ഇടതുപക്ഷത്തിനകത്ത് ഞങ്ങൾ കാണുന്ന നിലപാട് എന്നുള്ളത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെക്കുന്നു. ഐക്യത്തിന്റെ പാതയിലേക്ക് വരാനിരിക്കുന്ന നാളുകൾക്കകത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെയും കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിലെയും ജനങ്ങളെ കാർന്നു നിന്നാൻ വലതുപക്ഷത്തിന്റെയും BJPയുടെയും ആസുരതയുടെ ശക്തികൾ കടന്നു വരുമ്പോ അതിനെതിരായിട്ട് ജനങ്ങൾ സ്വപ്നത്തോടുകൂടി കാണുന്ന, പ്രതീക്ഷയോടുകൂടി നോക്കി കാണുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ, അതിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നിലപാടുകളോടുമൊപ്പം CPI എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാകുമെന്നുള്ളത് മാത്രം ഇതിന്റെ ഭാഗമായി പറഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ.